ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തുള്ള തൃക്കാക്കര ക്ഷേത്രത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ വാമനാവതാരമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ നടക്കുന്ന ഓണാഘോഷങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നടക്കുന്ന ഓണദശകം അഥവാ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷം. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ക്ഷേത്രമാണ് ഇത്. ഏറെ പുരാണ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഏകദേശം 1000 വർഷത്തിലധികം പഴക്കം ഇതിനുണ്ട്. തിരുകാൽക്കരയാണ് തൃക്കാക്കര ആയതെന്ന് ശ്രീ V.V.K. വാലൻ സ്ഥലനാമ ചരിത്രങ്ങളിൽ പറയുന്നുണ്ട്. ഓണത്തിന്റെ അന്ന് പുലർച്ചെ കളം കൂവി തൃക്കാക്കര അപ്പോ എന്റെ പടിക്കേലും വായോ, ഞാനിട്ട പൂക്കളം കാണാനും വായോ എന്ന് ക്ഷണിക്കുമ്പോൾ മഹാബലിയെ അല്ല, മറിച്ച് വാമനനെയാണ് നാം വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. AD 4-ാം നൂറ്റാണ്ടിൽ കേരളത്തിന്റെ തലസ്ഥാനം തൃക്കാക്കര ആയിരുന്നു എന്നും അക്കാലത്ത് കേരളം ഭരിച്ചിരുന്ന മന്നൻ എന്ന രാജാവ് ഗുപ്ത രാജവംശത്തിലെ സമുദ്രഗുപ്തനുമായി യുദ്ധത്തിലേർപ്പെട്ടെന്നും ആ യുദ്ധസ്മരണയ്ക്കായി ഓണാഘോഷങ്ങൾ തുടങ്ങിയെന്നും അലഹബാദ് ശാസനങ്ങളിൽ പറയുന്നു. മന്നൻ എന്നത് വിഷ്ണുവിന്റെ ഒരു പര്യായമാണ്. തൃക്കാക്കരയും സമീപ പ്രദേശങ്ങളും ഒരു കാലത്ത് ബുദ്ധ ജൈന മതങ്ങളുടെ കേന്ദ്രമായിരുന്നു. തൃക്കാക്കരയിലെ ബുദ്ധക്ഷേത്രം തട്ടിത്തകർത്ത് ആര്യമതക്കാർ വൈഷ്ണവ ക്ഷേത്രം സ്ഥാപിക്കുകയും തുടർന്ന് അവിടുത്തെ ജനങ്ങളുടെ നിഷ്കാസിതനായ രാജാവിന്റെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ആഘോഷമാണ് ഓണം. ഇതാണ് യഥാർത്ഥ വസ്തുതകളോടുള്ള നീതി പുലർത്തുന്ന ചരിത്ര വിശകലനമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓണത്തിന് മുറ്റത്ത് മണ്ണുകൊണ്ട് തറയുണ്ടാക്കുന്നതും അതിൽ മരം കൊണ്ട് തീർത്ത തൃക്കാക്കര അപ്പനെ പ്രതിഷ്ഠിക്കുന്നതുമായ രീതി ഒരു ബുദ്ധമത സമ്പ്രദായമാണ്. ശ്രാവണ പൗർണമിയും വൃത്തത്തിലുള്ള പൂക്കളും മഞ്ഞ നിറമുള്ള ഓണക്കോടിയും എല്ലാം ബുദ്ധമത ശേഷിപ്പുകൾ മാത്രമാണ്. കേരളത്തിന്റെ പ്രാചീന ക്ഷേത്ര വാസ്തുപ്രകാരമുള്ള തിരുമുറ്റം, ശ്രീകോവിൽ, ഗോപുരങ്ങൾ തുടങ്ങിയവ അടങ്ങിയതാണ് ക്ഷേത്രം. ഗണപതി, ശിവൻ, ഭഗവതി തുടങ്ങിയ ഉപദേവതകൾ ക്ഷേത്രത്തിലുണ്ട്. എന്നാൽ അമ്പലത്തിന് വെളിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു മഹാബലി സ്ഥാനം കാണാം. പൂജകളോ അർച്ചനകളോ എന്തിന് ആരാലും ശ്രദ്ധിക്കപ്പെടുക പോലും ചെയ്യാതെ ഒരു അനാഥ ഇടം പോലെ 1-2 കാലടികൾ കൊണ്ട് തന്റെ രജോ തമോ ഗുണങ്ങളാകുന്ന ആകാശവും ഭൂമിയും അളന്ന് 3-ാമത്തെ അടി ശിരസിൽ അളന്ന അവതാരത്തിന്റെ അധിനിവേശത്തോട് എനിക്കെന്തോ യോജിക്കാൻ കഴിയുന്നില്ല. ഓണാഘോഷങ്ങൾ തുടരുന്നു. നന്ദി, നമസ്കാരം.